ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിജില. ഇത് നമ്മുടെ ചാനലത്തെ ഫസ്റ്റ് വ്ലോഗാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ലക്ഷദ്വീപിലേക്കൊരു പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ വ്ലോഗും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ കൂടെയുള്ള ജിൽഷത്ത് വല്ലപ്പുഴയും ടീമുമാണ്. ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് ലക്ഷദ്വീപിലേക്ക് പോകുന്നതിലും അതുപോലെ തന്നെ അവിടെ പ്രോഗ്രാം നടത്തുന്നതിലും. ഫ്ലൈറ്റ് ഒരു 2 മണിക്കൂർ ഡിലേ ആയിരുന്നു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ടേക്ക് ഓഫൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെടുമ്പാശ്ശേരി ടു അഗതി ദ്വീപിലേക്കാണ് ഫസ്റ്റ് യാത്ര. 1 മണിക്കൂറും 10 മിനിറ്റാണ് ഫ്ലൈയിങ് ടൈം വരുന്നത്. ലക്ഷദ്വീപിൽ അഗതി ദ്വീപിൽ മാത്രമാണ് റൺവേ ഉള്ളത്. ഈ റൺവേ കാണാൻ നല്ല ഭംഗിയാണ്. 2 സൈഡിലും കടലുണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ളൊരു എയർപോർട്ടാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ടേക്ക് ഓഫിനെക്കാട്ടും കുറച്ചുകൂടി പേടി തോന്നിയത് ലാൻഡിങ്ങിലാണ്. പക്ഷേ അടിപൊളിയാണ് എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കടലിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. പ്രത്യേകിച്ച് ദ്വീപിലെത്തിയപ്പോൾ ബ്രൈറ്റ് ഗ്രീൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അഗതി ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത യാത്ര നമ്മൾ ഇവിടുന്ന് കവരത്തി ദ്വീപിലോട്ടാണ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ബോട്ട് ജെട്ടിയിലോട്ടാണ് നേരെ പോകുന്നത്. ആ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഏകദേശം 3 മണിക്കൂറാണ് ഇവിടുന്ന് കവരത്തിയിലേക്ക്. അങ്ങനെ പാസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ബോട്ടിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് ഏകദേശം 500 രൂപയാണ് ചാർജ് വരുന്നത്. ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പാസും പെർമിറ്റും ടിക്കറ്റൊക്കെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബോട്ടിൻ്റെ ഉള്ളിലെത്തി. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ കവരത്തി ദ്വീപിലോട്ട് എത്തിയിട്ടുണ്ട്. അടുത്തൊരു 3-4 ദിവസം ഇവിടെ ആയിരിക്കും സ്റ്റേ വരുന്നത്. അപ്പോൾ ഈ കുട്ടി വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.